Good morning. Okay, so what we discussed in last class, which topic we were discussed in last class? Class diagram, right? Then, what is it class diagram? What is class diagram? Please reply anyone. Anurag, Agash, Akshara, Arunima, Ashwant, Fatima. What is class diagram? How to draw the class diagram? എന്തൊരു ക്ലാസ് ഡയഗ്രാം എന്താ? ഒരു ക്ലാസ് ഡയഗ്രാം എങ്ങനെയാണ് ഡ്രോ ചെയ്യുന്നത്? Okay, it's a static structure. Okay, the class diagram capture the static structure of the system. Then, what are the elements of the class diagram? എന്തൊക്കെയാണ് elements? Classes, right? First, you have to identify what are the what are the classes in that particular system. Then we draw the classes. So each class consists of how to represent the class using a rectangular box. That rectangular box consists of 3 rows. The first row represents the class name, the second row represents the attribute of that class, and the third row represents the functionality of that class. So എല്ലാ ക്ലാസ്സസും ഐഡന്റിഫൈ ചെയ്തു. നെക്സ്റ്റ് എന്താ? കണക്ഷൻ അല്ലെ, എങ്ങനെയാണ് ഒരു ക്ലാസ് വേറൊരു ക്ലാസ്സുമായിട്ട് കണക്ട് ചെയ്യുന്നത്, ആ ഒരു പെർട്ടിക്കുലർ റിലേഷൻഷിപ്പ് ഡ്രോ ചെയ്യണം. സോ ഇങ്ങനെയാണ് ഒരു ക്ലാസ് ഡയഗ്രാം ഡ്രോ ചെയ്യേണ്ടത്. മറന്നുപോയോ? So today we are going to discuss use case diagram. Okay, so another UML diagram is use case, another important diagram. So the purpose of use case diagram in UML is to demonstrate the different way that a user might interact with the system. Okay, it captures the dynamic behavior of a live system. ക്ലാസ് ഡയഗ്രത്തിന്റെ കേസിൽ എന്താണ്? ഒരു സ്റ്റാറ്റിക് സ്ട്രക്ചർ ആണ് നമ്മൾ represent ചെയ്യുന്നത്. ബട്ട് ഇവിടെ എന്താ? ഒരു ഡൈനാമിക് ബിഹേവിയർ ഓഫ് ദ ലൈവ് സിസ്റ്റം. ഇറ്റ് ക്യാപ്ചർ ദ ഡൈനാമിക് ബിഹേവിയർ ഓഫ് എ ലൈവ് സിസ്റ്റം. ഓക്കെ, അതായത് ഒരു പെർട്ടിക്കുലർ സിസ്റ്റം നമ്മൾ എങ്ങനെ എന്തൊക്കെ ഫങ്ഷണാലിറ്റീസ് ഉണ്ട്, ദാറ്റ് ഫങ്ഷണാലിറ്റി ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, ദെൻ ആ ഫങ്ഷണാലിറ്റി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡ്രോ ചെയ്യുന്നത്. Okay, then this use case diagram consists of use case, actor, and the relationship. That is,
It represents the system functionalities and the workflow. അതായത് ഒരു യൂസർ പെർട്ടിക്കുലർ യൂസറിന്റെ പെർസ്പെക്റ്റീവിലായിരിക്കും എന്ത് യൂസ് കേസ് ഡയഗ്രാം ഡ്രോ ചെയ്യുന്നത്. Right? For a particular system, what are the functionality? First, you have to identify what are the functionality in that particular system. Okay, ഒരു ATM സിസ്റ്റം ആണെങ്കിൽ അതിലെന്തൊക്കെയായിരിക്കും ഫങ്ഷനാലിറ്റി? Enter the pin, അല്ലേ? Then enter the amount, then withdraw, money transfer. ഇതൊക്കെയാണ് ഫങ്ഷനാലിറ്റി. സോ നമ്മൾ നീ ഫസ്റ്റ് ആ ഫങ്ഷനാലിറ്റി ഐഡന്റിഫൈ ചെയ്യും. Then particular diagram draw ചെയ്യും. യൂസ് കേസ് ഡയഗ്രത്തിലെ മെയിൻ ആയിട്ടൊരു എലമെന്റ് യൂസ് കേസ്, actor and the relationship. ഓക്കെ, നമ്മൾ യൂസറിന്റെ പെർസ്പെക്റ്റീവിലായിരിക്കും എന്ത് ഡ്രോ ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് യൂസ് കേസ് ആൻഡ് വാട്ട് ആർ ദ ആക്ടേഴ്സ് നോക്കാം. ഓൾറെഡി യൂസ് കേസ് എന്ന് പറയുന്നത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂസ് കേസ് എന്താ? ഇറ്റ് റെപ്രസെന്റ് ദ സിസ്റ്റം ഫങ്ഷനാലിറ്റി. ഇപ്പോൾ സിസ്റ്റത്തിൽ എന്തൊക്കെ ഫങ്ഷനാലിറ്റി ഉണ്ട് അതാണ് യൂസ് കേസ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? നൊട്ടേഷൻ എന്താ? ഒരു ഹൊറിസോണ്ടലി ഓവൽ ഷേപ്പ് ആയിരിക്കും യൂസ് കേസ്. ഓക്കെ, then inside this what are the functionality? ATMന്റെ കേസിലാണെങ്കിൽ ഫസ്റ്റ് ഫങ്ഷനാലിറ്റി enter the pin. Okay, enter the pin ആണ് the first functionality. And the next functionality എന്തായിരിക്കും? Enter the amount. So ഈ ഒരു വേളായിരിക്കും യൂസ് കേസ് റെപ്രസെന്റ് ചെയ്യുക. And the next components in use case is actors. Actors means the user that interact with the system. സിസ്റ്റത്തായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന യൂസേഴ്സിനാണ് എന്ത് പറയുന്നത്? ആക്ടേഴ്സ് എന്ന് പറയാം. ആക്ടേഴ്സ് ക്യാൻ ബി പേഴ്സൺ, ഓർഗനൈസേഷൻ ഓർ ഔട്ട്സൈഡ് സിസ്റ്റം. ഓക്കെ, നിങ്ങൾ ATM ആണ് നിങ്ങൾ ഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? ആക്ടർ. കസ്റ്റമർ ഒരു ആക്ടർ ആയിരിക്കും. Okay, then bank admin. Bank admin is another actor. So every user that interact with the system is known as actors. So user എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ആക്ടർ ആണ്. സോ ആക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു നൊട്ടേഷൻ വെച്ചിട്ടാണ്, ഒരു പേഴ്സന്റെ നൊട്ടേഷൻ വെച്ചിട്ടാണ് ആക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. Okay. The next, association. That is how these actors and use case are connected. നിങ്ങൾക്കറിയാം അസോസിയേഷൻ എന്ന് വെച്ചാൽ ഒരു ലൈൻ ആണല്ലേ. അപ്പോൾ ആക്ടേഴ്സ് നിങ്ങൾ ഡ്രോ ചെയ്തു, യൂസ് കേസും ഡ്രോ ചെയ്തു. ഇനി ദിസ് ആക്ടേഴ്സ് ആൻഡ് യൂസ് കേസിന് നിങ്ങൾ കണക്ട് ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കണം. അതാണ് എന്ത്? അസോസിയേഷൻ എന്ന് പറയാം. ദാറ്റ് ഈസ് അസോസിയേഷൻ. The next, the system boundary boxes. ഒരു പെർട്ടിക്കുലർ സിസ്റ്റത്തിലെ എല്ലാ യൂസ് കേസും എന്താ? ഈ ഒരു പെർട്ടിക്കുലർ റെക്റ്റാങ്കിളിന്റെ ഇൻസൈഡ് ആയിരിക്കും നമ്മൾ ഡ്രോ ചെയ്യുന്നത്. ദ സിസ്റ്റം ബൗണ്ടറി, ഒരു ബൗണ്ടറിയുടെ ഇൻസൈഡ് ആയിരിക്കും എല്ലാ യൂസ് കേസിനെയും ഡ്രോ ചെയ്യുന്നത്. ഓക്കെ, സോ what are the components and notations of use case diagram? First one use case, and the second one actors, and third one association, and last one system boundary boxes. So ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. See, this is the use case diagram for ATM machine. സോ ഫസ്റ്റ് എന്താണ്? ഒരു സിസ്റ്റം ബൗണ്ടറി നിങ്ങൾ ഡ്രോ ചെയ്യുക. ദെൻ അതിൻ്റെ ഇൻസൈഡ് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദാറ്റ് ATM? എൻ്റർ ദ പിൻ, റൈറ്റ്? ഒരു യൂസ് കേസ് ഇവിടെ വരയ്ക്കുക, എൻ്റർ ദ പിൻ. ദെൻ നെക്സ്റ്റ് വൺ വിഡ്രോ ഫണ്ട്, ദെൻ ഡെപ്പോസിറ്റ് ഫണ്ട്, ദെൻ ട്രാൻസ്ഫർ ഫണ്ട്, ദെൻ ചെക്ക് ബാലൻസ്. ഓക്കെ, ദ നെക്സ്റ്റ് വാട്ട് ആർ ദ ആക്ടേഴ്സ് ഇൻ ദാറ്റ് ATM സിസ്റ്റം? അത് ഐഡന്റിഫൈ ചെയ്യണം. ഫസ്റ്റ് എന്താ? കസ്റ്റമർ അല്ലെ, ഒരു അക്കൗണ്ട് ഹോൾഡർ എന്ന് പറഞ്ഞ ഒരു ആക്ടർ ആയിരിക്കും. ദെൻ ബാങ്ക് സെർവർ അനദർ ആക്ടർ. എന്ത് ചെയ്യണം? ഈ അക്കൗണ്ട് ഹോൾഡറും
യൂസ് കേസും തമ്മിൽ കണക്ട് ചെയ്യാം. എന്തൊക്കെ റിലേഷനിൽ കണക്ട് ചെയ്യാം? ഓക്കെ, യൂസേഴ്സ് പിന്നെ എൻ്റർ ചെയ്യുന്നുണ്ട്. സോ ഇതുമായിട്ട് എന്താ കണക്ട് ചെയ്യുക? കണക്ട് ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കാം. എനിക്ക് ഏറെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ലൈൻ യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ, അക്കൗണ്ട് ഹോൾഡറും വിഡ്രോ അല്ലെ, ഫണ്ട് വിഡ്രോ ചെയ്യുന്നുണ്ട്. സോ കണക്ട് ചെയ്തിട്ട് എന്താ ഒരു ലൈൻ വരയ്ക്കുക. ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്തിട്ട് അഗെയിൻ ലൈൻ വരയ്ക്കുക. ദെൻ ട്രാൻസ്ഫർ ഫണ്ട് കണക്ട് ചെയ്തിട്ട് അഗെയിൻ ഒരു ലൈൻ വരയ്ക്കുക. ദെൻ ബാലൻസ് ചെക്ക് ചെയ്യുക. സോ അഗെയിൻ എന്താ ഒരു ലൈൻ വരയ്ക്കുക. ദെൻ ഓരോ യൂസ് കേസ് എന്താണ് ബാങ്ക് സെർവറായിട്ട് കണക്റ്റഡ് ആയിരിക്കും. സോ ഇവിടുന്ന് എന്ത് ചെയ്യും? ഒരു ലൈനിങ്ങിനെ പ്ലോട്ട് ചെയ്യാം. സോ ഒരു ഈ വേലായിരിക്കും എന്ത് യൂസ് കേസ് ഡയഗ്രം ഡ്രോ ചെയ്യേണ്ടത്. ഫസ്റ്റ് എന്ത് വേണം? യു ഹാവ് ടു ഐഡന്റിഫൈ വാട്ട് ആർ ദ ഫങ്ഷണാലിറ്റീസ് ഓഫ് ദാറ്റ് സിസ്റ്റം is known as use case. Then second step, what are the user alle, what are the users interact with that system, which is known as actors. Then വേണ്ട എന്താ യൂസ് കേസും ആക്ടേഴ്സും കണക്ട് ചെയ്തിട്ട് ലൈൻ പ്ലോട്ട് ചെയ്യാം. ഓക്കെ ആണോ യൂസ് കേസ് ഡയഗ്രാം? Is it clear? ക്ലാസ് ഡയഗ്രത്തിൽ നിങ്ങൾ എന്താണ് ക്ലാസ്സസ് ആണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഇവിടെ എന്താ ക്യാപ്ചർ ദ ഡൈനാമിക് ബിഹേവിയർ ഓഫ് ദ സിസ്റ്റം. അതായത് ഒരു യൂസറിന്റെ പെർസ്പെക്റ്റീവിൽ ആ സിസ്റ്റത്തിൽ എന്തൊക്കെ ഫംഗ്ഷനാലിറ്റി ഉണ്ട് അത് ഫസ്റ്റ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ദെൻ എന്തൊക്കെ ആക്ടേഴ്സ് ഉണ്ട് അത് ഐഡന്റിഫൈ ചെയ്യുക. ദെൻ ആക്ടറും യൂസ് കേസും കണക്ട് ചെയ്തിട്ട് ലൈൻ പ്ലോട്ട് ചെയ്യാം. പെർട്ടിക്കുലർ ആ യൂസ് കേസ് ഡയഗ്രാം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയായിരിക്കും ആ ഒരു പെർട്ടിക്കുലർ സിസ്റ്റത്തിന്റെ ഫംഗ്ഷനാലിറ്റി. ദെൻ ആരൊക്കെയാണ് ആ സിസ്റ്റമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ യൂസ് കേസ് ഡയഗ്രാം? റിപ്ലൈ തന്നെ. ആകർഷ്, ഫാത്തിമ, മാലവിക, നബീൽ, ഫഹദ്, കിരൺ. Okay. So the next one, the purpose of a use case diagram. So use case diagram the purpose in the kia. The first one, it is used to gather the requirements of the system and used to get an outside view of a system. നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ യൂസ് കേസ് ഡയഗ്രാം കണ്ടാൽ ആ എൻ്റെ സിസ്റ്റത്തിൻ്റെ ഒരു ഔട്ട് വ്യൂ നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് ഐഡന്റിഫൈ ദ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ സിസ്റ്റംസ്. ഓക്കെ, എന്തൊക്കെ ആക്ടേഴ്സ് ആണ് ആ പെർട്ടിക്കുലർ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി എന്താണ് ഇറ്റ് ഷോ ദ ഇന്ററാക്ഷൻ എമംഗ് റിക്വയർമെന്റ്സ് ആൻഡ് ആക്ടേഴ്സ്. ഏതൊക്കെ ആക്ടേഴ്സ് ആണ് പെർട്ടിക്കുലർ ഫങ്ഷനാലിറ്റി ആയിട്ട് കണക്ട് ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റും. ദീസ് ആർ ദ പർപ്പസ് ഓഫ് യൂസ് കേസ് ഡയഗ്രാം. ഇനി നെക്സ്റ്റ് വേണ്ടത് ദ യൂസ് കേസ് ഡയഗ്രാം റിലേഷൻഷിപ്പ്. കുറച്ച് റിലേഷൻഷിപ്പ് ഉണ്ട്, ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കും. There are 4 relation types in use case diagram. The first one, association between actors and use case. Then generalization of an actor, the extent between 2 use case, include between 2 use case. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അസോസിയേഷൻ ബിറ്റ്വീൻ ആക്ടർ ആൻഡ് യൂസ് കേസ്. അതായത് ഒരു ആക്ടറും യൂസ് കേസും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യുന്നു, ദാറ്റ് റിലേഷൻഷിപ്പ് ഈസ് നോൺ ആസ് അസോസിയേഷൻ, റൈറ്റ്? എന്തെങ്കിലും ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞ ആക്ടർ ഉണ്ട്, ദെൻ ബാങ്ക് എംപ്ലോയി, ആൻഡ് ദ 2
യൂസ് കേസ് ഈസ് ഓപ്പൺ അക്കൗണ്ട് ഡെപ്പോസിറ്റ് ഫണ്ട്. ഓക്കെ, അപ്പോൾ കസ്റ്റമർ ഈ ഒരു പെർട്ടിക്കുലർ യൂസ് കേസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ബാങ്ക് എംപ്ലോയി ഓൾസോ കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ആക്ടർ ക്യാൻ കണക്ട് വൺ ഓർ മോർ യൂസ് കേസ്. Then here the customer connected to deposit fund. But ബാങ്ക് എംപ്ലോയിക്ക് എന്താ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണ്ട അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ആ കണക്ഷൻ ഇല്ല. ആക്ച്വലി ഏതൊക്കെ ആക്ടേഴ്സ് ആണ്, ഏതൊക്കെ ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ എന്താ ലൈൻ പ്ലോട്ട് ചെയ്യേണ്ടത്. എല്ലാ യൂസ് കേസും ആക്ടറും തമ്മിൽ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഏതൊക്കെ ആക്ടേഴ്സ് ആണ് എന്തൊക്കെ ഫങ്ഷനാലിറ്റി ചെയ്യുന്നു, ആ ഒരു വേലായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ലൈൻ പ്ലോട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, ജനറലൈസേഷൻ ഓഫ് എൻ ആക്ടർ. ജനറലൈസേഷൻ എന്ന് വെച്ചാൽ എന്താ, ഈ റിലേഷൻഷിപ്പ് എന്താ, ഇൻഹെറിറ്റൻസ് റിലേഷൻഷിപ്പ്, റൈറ്റ്? ഇൻഹെറിറ്റൻസ് റിലേഷൻഷിപ്പ് ഷോ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റിലേഷൻഷിപ്പ് ആണ് എന്ത്, ജനറലൈസേഷൻ എന്ന് പറയാം. ഓക്കെ, സോ ഹിയർ കസ്റ്റമർ ഉണ്ട്. ഓക്കെ, കസ്റ്റമർ എന്ന് പറഞ്ഞ ഒരു ആക്ടർ ആണ്. ദെൻ here we can see that NRFC customer. NRFC customer എന്ന് വെച്ചാൽ ഫോറിൻ കസ്റ്റമർ. ഒരു കസ്റ്റമറിന്റെ അല്ലെ, കസ്റ്റമർ എന്ന് പറയുന്നത് ഒരു പാരന്റ് ആക്ടർ ആണ്. അതിലൊരു ചൈൽഡ് ആക്ടർ ആണ് എന്ത്, NRFC കസ്റ്റമർ. സോ ഇത് തമ്മിൽ നമ്മൾ എന്താ കണക്ട് ചെയ്തിട്ട് എന്താ ഒരു ജനറലൈസേഷൻ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഇങ്ങനെ ഡ്രോ ചെയ്യാം. ഓക്കെ, കസ്റ്റമർ എന്ന് പറഞ്ഞാൽ പാരന്റ് ആണ്. അപ്പൊ കസ്റ്റമർ തന്നെ എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കസ്റ്റമർ ഉണ്ടാവും. ഓക്കെ, NRFC കസ്റ്റമർ ഉണ്ടാവും, ലോക്കൽ കസ്റ്റമേഴ്സ് ഉണ്ടാകും. അപ്പൊ അതെങ്ങനെ കണക്ട് ചെയ്യാം, യൂസിങ് ജനറലൈസേഷൻ വെച്ചിട്ട് കണക്ട് ചെയ്യാം. നെക്സ്റ്റ്, extended relationship between two use case. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റ് ആണ്. സി, നിങ്ങൾ ആക്ടറും യൂസ് കേസും കണക്ട് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് പഠിച്ചു. ദെൻ രണ്ട് ആക്ടേഴ്സ് തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് പഠിച്ചു. ദെൻ നെക്സ്റ്റ് വൺ, യൂസ് കേസ് തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്തിട്ട് റിലേഷൻഷിപ്പ് നോക്കാം. സോ ഇവിടെ നിങ്ങൾ ഒരു എക്സ്റ്റെൻഡ് എന്ന് പറയുന്ന ഒരു കീവേഡ് ആണ് യൂസ് ചെയ്യുന്നത്. എക്സ്റ്റെൻഡ്. ഓക്കെ, സോ ഹിയർ എ ഡെപ്പോസിറ്റ് ഫണ്ട് എന്ന് പറഞ്ഞ യൂസ് കേസ് ഉണ്ട്. ദെൻ കാൽക്കുലേറ്റ് ബോണസ് എന്ന് പറയുന്ന അഗെയിൻ ഒരു യൂസ് കേസ് ഉണ്ട്. ഓക്കെ, സോ ദ ആരോ ഈ ഒരു ഇവിടുന്ന് അടുത്തേക്ക് വരുന്നു, ഡെപ്പോസിറ്റ് ഫണ്ടിലേക്കാണ് ആരോ വരുന്നത്. ശ്രദ്ധിക്കാം. സോ ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ യൂസ് കേസ് എന്താ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ബോണസ്. അതായത് ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷൻ എന്താ, ദ എമൗണ്ട് 10,000 മുകളിലായാലും ദെൻ ഏജ് ഓവർ 55 ആയാൽ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു ബോണസ് കാൽക്കുലേറ്റ് ചെയ്യണം. ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴെന്താ, ഫണ്ട് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും അല്ലെ, ഫണ്ടിന്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. സോ ഈ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ എപ്പോഴാണ് നടക്കുന്നത്, ബേസ്ഡ് ഓൺ ദിസ് കണ്ടീഷൻ, റൈറ്റ്? ബേസ്ഡ് ഓൺ ദിസ് കണ്ടീഷൻ. ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എമൗണ്ട് ഓവർ 10,000 ഓർ ഏജ് ഓവർ 55. ദെൻ ബോണസ് കാൽക്കുലേറ്റ് ചെയ്തു, ഫണ്ട് എവിടെ ഡെപ്പോസിറ്റ് ചെയ്തു. ഓക്കെ, ഈ ഒരു ടൈപ്പ് റിലേഷൻഷിപ്പ് ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്റ്റെൻഡ് കീവേഡ് യൂസ് ചെയ്യുന്നത്. അതായത് ദിസ് വൺ ബേസ് യൂസ് കേസ് എന്ന് പറയും, ബേസ് യൂസ് കേസ്. ഇതിനെന്ത് പറയും, എക്സ്റ്റെൻഡ് യൂസ് കേസ്. എക്സ്റ്റെൻഡ് യൂസ് കേസ് അതായത് ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ പെർട്ടിക്കുലർ യൂസ് കേസ് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്ത് ഇതിനെന്ത് ചെയ്യും, ബേസ് കേസിന് അത് എഫക്റ്റ് ഉണ്ടാക്കും. ഓക്കെ, ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ഇസ് നോൺ ആസ് എക്സ്റ്റെൻഡ് റിലേഷൻഷിപ്പ്. ക്ലിയർ ആയോ? ഇതൊരു ഓപ്ഷണൽ ആണ്.
നിങ്ങൾ ഡ്രോ ചെയ്യുമ്പോൾ ഇത് വരച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ക്ലിയർ ആണോ? എക്സ്റ്റെൻഡഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു യൂസ് കേസ്. എല്ലാവരും ഒന്ന് റിപ്ലൈ തന്നെ. രണ്ട് യൂസ് കേസ് കണക്ട് ചെയ്തിട്ട് നമുക്ക് എക്സ്റ്റെൻഡഡ് റിലേഷൻഷിപ്പ് വരയ്ക്കാം. ബട്ട് അവിടെ എന്താ ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്താൽ മാത്രം എന്താ എക്സ്റ്റെൻഡഡ് യൂസ് കേസ് വർക്ക് ചെയ്യും. അത്രയും നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ആകർഷ്, നൈനിക, ഇഷ, ശ്രീരീജ്, സേലിയ, ഫാത്തിമ, കിരൺ, The next relationship is include relationship between two cases. എക്സ്റ്റെൻഡഡ് റിലേഷൻഷിപ്പിന്റെ കേസ് ഓപ്ഷണൽ ആണ്, അത് ഡ്രോ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ബട്ട് ഇൻക്ലൂഡ് റിലേഷൻഷിപ്പിന്റെ കേസിൽ ഇറ്റ് ഈസ് മാൻഡേറ്ററി, നോട്ട് ഓപ്ഷണൽ. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു യൂസ് കേസ് ഉണ്ട്, ഡെപ്പോസിറ്റ് ഫണ്ട്. Another one, withdraw fund. Then here another use case, update balance. Okay, നമ്മൾ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്താലും ഫണ്ട് വിഡ്രോ ചെയ്താലും എന്തായിരിക്കും ഈ അപ്ഡേറ്റ് ബാലൻസ് എന്തായാലും എന്താണ് എക്സിക്യൂട്ട് ആവും. റൈറ്റ്? ഇവിടെ ഒരു കണ്ടീഷൻ ഒന്നുമില്ല. വട്ടെവർ നമ്മൾ എപ്പോഴും ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്താലും വിഡ്രോ ചെയ്താലും എന്താ ബാലൻസ് അപ്ഡേറ്റ് ചെയ്യും. ഇതെങ്ങനെ കണക്ട് ചെയ്ത് വരയ്ക്കാം? യൂസിങ് ഇൻക്ലൂഡ് റിലേഷൻഷിപ്പ്. ഇവിടെ എന്ത് ചെയ്യും? Here this is a base use case. എന്ന് പറയും base use case, and this is the include base case. അപ്പോൾ ആരോ എങ്ങനെയാണ് ബേസ് യൂസ് കേസിൽ നിന്ന് ഇൻക്ലൂഡ് യൂസ് കേസിലേക്കായിരിക്കും ആരോ. ദെൻ ഇവിടെ എന്ത് എഴുതണം നിങ്ങൾ? ഇൻക്ലൂഡ് എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് ഇവിടെ എഴുതണം. ഇൻക്ലൂഡ്. എക്സ്റ്റെൻഡ് കേസിൽ എന്താ ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നെങ്കിൽ മാത്രം എന്താ പെർട്ടിക്കുലർ യൂസ് കേസ് വർക്ക് ചെയ്യും. ഓക്കെ, ഇവിടെ ആരോ ഇങ്ങനെയാണ് എക്സ്റ്റെൻഡിൽ നിന്ന് യൂസ് കേസിലേക്കാണ് ആരോ, ബേസ് യൂസ് കേസിലേക്കാണ് ആരോ വരുന്നത്. ബട്ട് ഇൻക്ലൂഡ് യൂസ് കേസിന്റെ കേസ്, റിലേഷൻഷിപ്പിന്റെ കേസിൽ എന്താ ഇറ്റ്സ് ഓൾവേസ് ഹാപ്പൻ ചെയ്യും അല്ലേ? അതായത് ഡെപ്പോസിറ്റ് ഫണ്ട് ചെയ്താലും വിഡ്രോ ഫണ്ട് ചെയ്താലും ബാലൻസ് എന്താ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആരോ എങ്ങനെയാണ് ബേസ് യൂസ് കേസിൽ നിന്ന് ഇൻക്ലൂഡ് യൂസ് കേസിലായിരിക്കും ആരോ വരുന്നത്. നിങ്ങൾ മെയിനായിട്ട് 4 റിലേഷൻഷിപ്പാണ് പഠിച്ചത്. എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് ആക്ടർ ആൻഡ് യൂസ് കേസ് കണക്ട് ചെയ്ത റിലേഷൻഷിപ്പ്, ദാറ്റ് ഈസ് അസോസിയേഷൻ. ദെൻ നെക്സ്റ്റ് ആക്ടർ കണക്ട് ചെയ്യുന്ന റിലേഷൻഷിപ്പ്, ദാറ്റ് ഈസ് ജനറലൈസേഷൻ. And third one, use case to use case. ഇതിൽ ഫസ്റ്റ് എന്താ എക്സ്റ്റെൻഡഡ് അല്ലേ? എക്സ്റ്റെൻഡ് റിലേഷൻഷിപ്പ്. ആൻഡ് ഫോർത്ത് വൺ ഇൻക്ലൂഡ് റിലേഷൻഷിപ്പ്. ഇത് ഓക്കെ ആണോ? എക്സ്റ്റെൻഡും ഇൻക്ലൂഡും. ക്ലിയർ ആണോ?
ഇങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ, ഒരു ലോഗിൻ സിസ്റ്റം ആണ് ഡിസൈൻ ചെയ്യുന്നത്. സോ അവിടുത്തെ ഒരു യൂസ് കേസ് ആണ് എൻ്റർ ലോഗിൻ credential, username and password. Then here third use case, verify your credential. Okay, and the use case ഉണ്ട് enter login details and here the verify credential. Okay, ഈ രണ്ട് യൂസ് കേസും കണക്ട് ചെയ്തിട്ട് ഏത് റിലേഷൻഷിപ്പ് ആയിരിക്കും? എക്സ്റ്റെൻഡ് ആയിരിക്കും, ഇൻക്ലൂഡ് ആയിരിക്കും? ഒന്ന് പറഞ്ഞേ. ഏതായിരിക്കാം? ടു യൂസ് കേസ് ഉണ്ട്. ഫസ്റ്റ് വൺ enter login credential, the second one verify login credential. രണ്ട് കണക്ട് ചെയ്തിട്ട് എക്സ്റ്റെൻഡ് ആയിരിക്കോ ഇൻക്ലൂഡ് ആയിരിക്കോ? ഒന്ന് പറഞ്ഞേ. എപ്പോഴും നമ്മൾ എന്താ ലോഗിൻ ക്രെഡൻഷ്യൽ എൻ്റർ ചെയ്യുമ്പോഴേ എപ്പോഴും എന്തായിരിക്കും അത് വെരിഫൈ ചെയ്യില്ലേ? ഓക്കെ, വെരി ഗുഡ്, ഇൻക്ലൂഡ്. അപ്പം കോൺസെപ്റ്റ് ഓക്കെ ആണോ? ഇൻക്ലൂഡും എക്സ്റ്റെൻഡും. റിപ്ലൈ തന്നെ. The next, write on the question. Draw the use case diagram for Linways. Draw the use case diagram for Linways. Okay, so the first step in the you have to identify what are the functionalities of Linways. So എന്തൊക്കെയായിരിക്കും ഫങ്ഷണാലിറ്റി ലിൻവേസിൽ എന്ന് കമന്റ് ചെയ്തേ. What are the functionalities of Linways? എന്തൊക്കെ ഓപ്പറേഷൻസ് ആയിരിക്കും ലിൻവേസ് നിങ്ങൾ ചെയ്യുന്നത്? Uploading assignments, then you are the software engineer. Okay, നിങ്ങളാണ് ലിൻവൈസ് ഡിസൈൻ ചെയ്യുന്നത്. എന്തൊക്കെയായിരിക്കും ഫങ്ഷനാലിറ്റി? ആ പെർട്ടിക്കുലർ ലിൻവൈസിന്റെ ഫുൾ ഫങ്ഷനാലിറ്റി എന്തൊക്കെയായിരിക്കാം? ലുക്കിംഗ് വീഡിയോസ്, ഓക്കെ. ദെൻ ഇപ്പൊ ടീച്ചർ സൈഡിലാണെങ്കിൽ എന്തൊക്കെയായിരിക്കാം ഫങ്ഷനാലിറ്റീസ്? entering marks, then mark attendance, then uploading study materials, okay. Then ഇനി അഡ്മിൻ. ഇപ്പൊ ലിൻവൈസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്, അതിനൊരു അഡ്മിൻ ഉണ്ട്. അപ്പൊ അഡ്മിന്റെ ഫങ്ഷനാലിറ്റി എന്തൊക്കെയായിരിക്കും? So what are the functionality of Linways admin?
ലിൻവൈസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ഒരു അഡ്മിൻ ഉണ്ടാവും എന്തായാലും. അപ്പൊ അഡ്മിന്റെ ഫംഗ്ഷനാലിറ്റി എന്തൊക്കെയായിരിക്കാം? നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് അല്ലേ? നിങ്ങളൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നു, അപ്പൊ അതിന്റെ അഡ്മിന്റെ റോൾ എന്തൊക്കെയായിരിക്കാം? ഓക്കെ, ഐഡന്റിഫൈ ദ എറേഴ്സ്. ദെൻ ഇതിൽ ഇൻവൈസ് ആണ്, അപ്പൊ എന്ത് വേണം? മാനേജ് ദ കോഴ്സസ് ആൻഡ് മാനേജ് ദ സ്റ്റുഡൻസ്. ഒക്കെ സ്റ്റുഡൻസിനെ മാനേജ് ചെയ്യുന്നതും ടീച്ചേഴ്സിനെ മാനേജ് ചെയ്യുന്നതും എൻ്റെ കോഴ്സിനെ മാനേജ് ചെയ്യുന്നതൊക്കെ ആരായിരിക്കും? അഡ്മിൻ ആയിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾ ഇൻവൈസ് ആണ്, അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ഇൻവൈസിൽ എൻ്റർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ലോഗിൻ ചെയ്യണം. അപ്പൊ ലോഗിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഫങ്ഷനാലിറ്റി ആണ്. ദെൻ ആസ് എ സ്റ്റുഡൻറ് നിങ്ങൾക്ക് എന്താ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് പ്രൊഫൈൽ അതും എന്തായിരിക്കും? ഒരു ഫങ്ഷനാലിറ്റി ആണ് സിസ്റ്റത്തിന്റെ. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് വേണ്ടത് ഇതുപോലെ ഫങ്ഷനാലിറ്റീസ് ഐഡന്റിഫൈ ചെയ്യുക. ആൻഡ് ദ സെക്കൻഡ് വൺ, ഐഡന്റിഫൈ ദ ആക്ടേഴ്സ് ഇൻ ദാറ്റ് സിസ്റ്റം. എന്തൊക്കെയായിരിക്കാം ലിൻവൈസിലെ ആക്ടേഴ്സ്? വാട്ട് ആർ ദ ആക്ടേഴ്സ് ഇൻ ലിൻവൈസ്? ആക്ടേഴ്സ് മീൻസ് ദ യൂസർ that interact with the system. അപ്പോൾ ലിൻവൈസ് കൊണ്ട് ആരൊക്കെയായിരിക്കും ഇന്ററാക്ട് ചെയ്യുന്നത്? സ്റ്റുഡൻറ്. ദെൻ സ്റ്റുഡൻറ് മാത്രമാണ് ഇന്ററാക്ട്. ടീച്ചേഴ്സ്. ദെൻ മാനേജ്മെന്റ്, പാരന്റ്സ്. ദെൻ എന്ത് ചെയ്യാം? ഒരു അഡ്മിൻ വേണം അല്ലേ? അഡ്മിൻ എന്ന് പറഞ്ഞ ഒരു യൂസർ അല്ലേ? ലിൻവൈസ് അഡ്മിൻ. ഇനി എന്താണ്? നിങ്ങളൊരു സിസ്റ്റം ബൗണ്ടറി വരയ്ക്കുക. ആ സിസ്റ്റത്തിന് ഇൻസൈഡ് എല്ലാ യൂസ് കേസും ഡ്രോ ചെയ്യുക. ആക്ടേഴ്സിനെ രണ്ട് സൈഡിൽ വരയ്ക്കുക. ദെൻ ആക്ടേഴ്സും യൂസ് കേസും കണക്ട് ചെയ്തിട്ട് അസോസിയേഷൻ റിലേഷൻഷിപ്പ് വരയ്ക്കുക. ഒന്ന് ട്രൈ ചെയ്തേ പെട്ടെന്ന്. You are drawing ലിൻവൈസ്, റൈറ്റ്? ജസ്റ്റ് ഇവിടെ ലിൻവൈസ് എഴുതും. ലിൻവൈസ് എന്തൊക്കെയായിരിക്കാം ആക്ടർ? ദ ഫസ്റ്റ് വൺ, ലിൻവൈസ് അഡ്മിൻ. ലിൻവൈസ് അഡ്മിൻ. And the second one, student. Then teachers. Then parents. എനിക്ക് മാനേജ്മെന്റ് ഒക്കെ വരയ്ക്കാം. പാരന്റ്സ്. ദെൻ യൂസ് കേസ് ലിസ്റ്റ് ചെയ്യാം. സോ ഫസ്റ്റ് യൂസ് കേസ്. ഞാൻ എല്ലാ യൂസ് കേസും ലിസ്റ്റ് ചെയ്യുന്നില്ല, കുറച്ച് യൂസ് കേസ് മാത്രമേ ലിസ്റ്റ് ചെയ്യുന്നുള്ളൂ. മാനേജ്, ഇൻവൈസ് അറ്റ് മാനേജ് users. Then manage posts. The next one, login. The second one, then update profile. Then mark entry. Assignment. Uploading. Then attendance. Entry. Mark view.
attendance view. Attendance view. Okay. Then actor use case നമ്മൾ കണക്ട് ചെയ്തിട്ട് ലൈൻ വരയ്ക്കാം. മാനേജ് യൂസേഴ്സ്, മാനേജ് കോഴ്സസ്. ഇതാരുടെ റോളാ? ഇൻവേസ് അഡ്മിൻ്റെ റോളാണ് അല്ലേ. ജസ്റ്റ് ഇവിടെ ലൈൻ കണക്ട് ചെയ്ത് ലൈൻ വരയ്ക്കാം. ഇനി ലോഗിൻ ആൻഡ് അപ്ഡേറ്റ് പ്രൊഫൈൽ. സ്റ്റുഡൻറ് എന്താ ലോഗിൻ ചെയ്യണം, അതുപോലെ തന്നെ എന്താ പാരൻസിന് ലോഗിൻ ചെയ്യണം, ടീച്ചേഴ്സിനും ലോഗിൻ ചെയ്യണം. Then update profile. Students have to update his profile and also parents and teachers. ഇനി നെക്സ്റ്റ് എന്താ മാർക്ക് എൻട്രി. മാർക്ക് എൻട്രി ആരാ ചെയ്യുന്നത്? ടീച്ചേഴ്സ് ആണല്ലേ ചെയ്യുന്നത്. ലൈൻ വരയ്ക്കാം. ദെൻ അസൈൻമെന്റ് അപ്ലോഡിങ്. ദാറ്റ് ഓൾസോ അസൈൻമെന്റ് ആരാ അപ്ലോഡ് ചെയ്യുന്നത്? സ്റ്റുഡൻ്റ് ആണല്ലേ. അപ്പോൾ സ്റ്റുഡൻറ്റും അസൈൻമെൻറ്റും കണക്ട് ചെയ്തിട്ട് വരയ്ക്കും. ദെൻ അറ്റൻഡൻസ് എൻട്രി. അറ്റൻഡൻസ് ആരെ എൻട്രി ചെയ്യുന്ന? ടീച്ചേഴ്സ് റൈറ്റ്. കണക്ട് ചെയ്തിട്ട് വരച്ചു. ദെൻ നെക്സ്റ്റ് എന്താ? മാർക്ക് വ്യൂ ആൻഡ് അറ്റൻഡൻസ് വ്യൂ. ഇപ്പോൾ സ്റ്റുഡൻസിന് എന്താ മാർക്ക് വ്യൂ ചെയ്യാം അല്ലേ. മാർക്ക് വ്യൂ ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് പാരൻസിനും വ്യൂ ചെയ്യാം. ദെൻ സ്റ്റുഡൻറ് ഹാവ് ടു വ്യൂ ഹിസ് അറ്റൻഡൻസ്. ഓൾസോ പാരൻറ് ഹാവ് ടു വ്യൂ ദി അറ്റൻഡൻസ്. കണക്ട് ചെയ്തിട്ട് ലൈൻ വരച്ചു. ഓക്കെ ആണോ യൂസ് കേസ്? ഇസ് ഇറ്റ് ക്ലിയർ? ഇവിടെ ഓക്കെ ആയോ? യൂസ് കേസ് ഓക്കെ ആയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. Draw the use case diagram for online train ticket booking system. Draw the use case diagram for online train ticket booking system. ഇത് ഹോംവർക്ക് ആണ്. കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, സോ ടൈം ആയി. നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.